നമസ്കാരം. ഞാൻ PS സജിമോൻ. ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. തലവൂർ പഞ്ചായത്തിലെ മഞ്ഞക്കാല എന്ന സ്ഥലത്ത് താമസിക്കുന്ന എനിക്ക് ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതിനും അത് മറ്റുള്ളവരോട് പറയുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ എല്ലാമാണ് ക്രിസ്തു. അങ്ങനെ ഒരു ക്രിസ്തുവിനെക്കുറിച്ച് പറയാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും കിട്ടുന്ന അവസരം വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ക്രിസ്തു എൻ്റെ ജീവിതത്തിലെ വളരെ ശൈശവപ്രായം മുതൽ ഏതാണ്ട് ഇന്ന് വരെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കുട്ടിക്കാലത്തിൽ ശൈശവപ്രായത്തിൽ ഒരപ്പച്ചൻ എന്ന രീതിയിൽ, ക്രിസ്തു അപ്പച്ചൻ എന്ന രീതിയിൽ നമ്മളോടൊപ്പം കൂടെ വരികയും നമ്മളോടൊപ്പം കാര്യങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് ക്രിസ്തുവിനെ കാണാനായിട്ട് സാധ്യത. എവിടെയെങ്കിലും ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടി അടുത്ത് ചെന്ന് ഒരപ്പച്ചനോട് എങ്ങനെ പറയാൻ സാധിക്കുന്നുവോ അതേപോലെ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, ഇടപെടുന്ന ഒരപ്പച്ചൻ എന്ന രീതിയിലാണ്. സൺഡേ സ്കൂൾ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രചോദനം. സൺഡേ സ്കൂളിലൂടെ ഒട്ടനവധി സംഭവങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും അത് പുനർവിചനം ചെയ്യുവാനും ബൈബിളിലൂടെ അത് വായിക്കാനും മനസ്സിലാക്കുവാനും ജീവിതഗന്ധിയാക്കുവാനും സാധ്യമായ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും പഠനകാലത്ത്, പരീക്ഷാകാലത്ത് പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ, ആത്മധൈര്യത്തോടെ നാളെ എന്തൊക്കെയാണ് ചെയ്യണം, ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി പറയുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്, എന്നോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുമ്പോൾ ദൈവവചനം, ക്രിസ്തുവിലൂടെ, ദൈവത്തിലൂടെ, വചനങ്ങൾ പ്രവാചകന്മാരിലൂടെയൊക്കെ ബൈബിളിലൂടെ ലഭിക്കുന്നത് ആത്മധൈര്യം കൂട്ടുന്ന ഒന്നാണ്. അതേപോലെ തന്നെ യുവാവായിരുന്നപ്പോൾ അല്ലെങ്കിൽ യുവാവായിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ പല പല പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ ധീരമായി നേരിടുവാൻ, സന്തോഷത്തോടെ മുന്നേറുവാൻ, സങ്കടമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ടാവുമല്ലോ, വേദന ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ മുറുകെ പിടിക്കുവാനും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് കാണാനായിട്ട് സാധ്യമായത്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തിത്വമാണ്. വ്യക്തിത്വം എന്ന് പറയുന്നതിൽ തെറ്റിദ്ധാരണ വേണ്ട. ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ തന്നെയാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. ആ ത്രിയേക ദൈവമാണ് ക്രൈസ്തവ സഭയുടെ മൂലക്കല്ല്. പിതാവിന് ഒരു റോളുണ്ട്, പുത്രന് ഒരു റോളുണ്ട്, പരിശുദ്ധാത്മാവിനും അതിൻ്റേതായ റോള് വഹിക്കുന്ന തൃത്വത്തിൽ ഏകമാണ് ദൈവം. അതുകൊണ്ട് ക്രിസ്തുവിനെ, ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും കിട്ടുന്ന സമയം വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ പടിപടിയായി ഞാനൊരു അധ്യാപകനാവാൻ ആഗ്രഹിച്ച ആളൊന്നുമല്ല. എന്നാൽ കേരളത്തിൽ അറിയപ്പെടുന്ന വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കൊമേഴ്സ് അധ്യാപകനായി പ്രവേശിക്കുവാൻ സാധ്യമായത് തന്നെ ദൈവനിയോഗമായി തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ എല്ലാ കമ്മ്യൂണിറ്റിയുള്ള അധ്യാപകരും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തു തന്ന ആ സ്നേഹമാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹമാണ് ക്രിസ്തു സ്നേഹം, സംശയമില്ല. നമുക്കറിയാം, പാപം ചെയ്യാത്ത ഒരു വ്യക്തി സ്വയം പാപം ഏറ്റെടുക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായി ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് ലോകത്തിൽ നൽകുവാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ലോകത്തിൽ കാണുവാൻ സാധിക്കുക. അതൊക്കെ അദ്ദേഹം വഹിച്ച കഷ്ടപ്പാടുകൾ വളരെ പ്രധാനമാണ്. എന്തുമാത്രം കഷ്ടപ്പാടാണ്! ചെയ്യാത്ത കുറ്റത്തിന് ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ ക്രൂശ് മരണം, ഏറ്റവും നിന്ദ്യം, അതിനപ്പുറത്തൊരു മരണം ആ കാലഘട്ടത്തിൽ ലോകം കണ്ടിട്ടില്ല. അങ്ങനെ നിന്ദ്യമായൊരു മരണം, താൻ ഏൽക്കാത്ത കുറ്റത്തിന് മറ്റുള്ളവരുടെ പാപ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുക എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അതിനപ്പുറം സ്നേഹമില്ല, അതിനപ്പുറം ഒരു ത്യാഗമില്ല. ഇത് ക്രൈസ്തവർ ആയിട്ടുള്ള
അല്ല എല്ലാവർക്കും ഒരു മാതൃകയാണ്. ക്രിസ്തു നമ്മെ കാണിച്ച സ്നേഹം, നമ്മളോട് കാണിക്കുന്ന ആ ആർദ്രത, ആ കരുണ ഒക്കെ പങ്കുവെക്കുവാനുള്ളതാണ്. ദൈവം കാണിച്ചിരിക്കുന്ന ആ നല്ല മാതൃകയെ പിൻപറ്റുന്നവരാണ് ക്രൈസ്തവ സമൂഹം. അങ്ങനെ ആകേണ്ടവരാണ് ക്രൈസ്തവ സമൂഹം. ക്രിസ്തു നൽകിയ സ്നേഹം ലോകത്തിൽ മഹത്തരമാണ്. അത് നാം ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആപ്തവാക്യമാണ് ക്രിസ്തു അടിവരയിട്ട് പഠിപ്പിക്കുന്നത്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവിടെ നിന്നെപ്പോലെ തന്നെ എന്നുള്ളതാണ് പ്രധാനം. ഞാൻ എന്നോട് എന്തുമാത്രം സ്നേഹം പുലർത്തുന്നുവോ, എന്തുമാത്രം എന്നെ ഉൾക്കൊള്ളുന്നുവോ, എനിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നുവോ, എനിക്ക് വേണ്ടി ഞാൻ സമയം പണവും ഒക്കെ ചിലവാക്കുന്നുവോ, അതേപോലെ തന്നെ നിൻ്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ആശയമാണ് ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സ്നേഹം പലപ്പോഴും ഈ ലോകത്ത് നൽകുന്നത്, കാണിക്കുന്നത് മുഖം മൂടി അണിഞ്ഞ സ്നേഹമാണ്. സ്വന്തം കാര്യം സാധിക്കാനുള്ള സ്നേഹമാണ്. എന്തെങ്കിലും നേടാനുള്ള സ്നേഹമാണ്. അതിനപ്പുറമായി അൺകണ്ടീഷണൽ ലവ് ആണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് നാം ഫോളോ ചെയ്യേണ്ടത്. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പല പഠനങ്ങളും പല ആശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, സ്നേഹമാണ്, കരുണയാണ്, ആർദ്രതയാണ്, പങ്കുവെക്കലിൻ്റെ അനുഭവമാണ്. എന്തെല്ലാം ഉദാഹരണങ്ങൾ ഇത്രയും വിശാലമായ ലോകത്തിൽ നൽകിയ മറ്റൊരു ദൈവം, മറ്റൊരു പ്രവാചകൻ ഇല്ല എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച്, ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുന്ന ഒരു ആകാൻ സാധ്യമാകണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണം. ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരികയും ശിഷ്യന്മാരുടെ കാല് കഴിയുകയും ചെയ്യുന്ന ലോകത്തിൽ വ്യത്യസ്തമായ ഒരു സംഭവം. ഓർക്കുക, യേശുവിൻ്റെ ശിഷ്യന്മാർ മാത്രമല്ല, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന യൂദയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെയും മാറ്റി നിർത്താതെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളോട്, വ്യത്യസ്തങ്ങളായ സ്വഭാവ രീതിയിലോട് വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ശിഷ്യഗണങ്ങളോട് അവിടെ കാല് കഴുവാൻ യേശു തമ്പുരാൻ മുന്നിട്ട് വന്നു എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ നല്ലവരെ ചേർത്ത് പിടിക്കുകയല്ല. ഇതും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാവണം. വേദനിക്കുന്നവനെയും സങ്കടപ്പെടുന്നവനെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവനെയും ഒക്കെ കൂടെ ചേർക്കുവാൻ നമുക്ക് സാധ്യമാകുന്ന ഒരു വലിയ മാതൃകയാണ് നോമ്പുകാലത്തിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. ഭക്ഷണം വെടിയുന്നതിലപ്പുറമായും നമ്മുടെ ജീവിതത്തിൽ ഏതാണോ പ്രാധാന്യമുള്ളത്, ഏതാണോ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തത്, അത് ഒഴിവാക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. പല ആശയപരമായ വ്യത്യാസങ്ങളുണ്ടാവാം, മറ്റ് വിശ്വാസ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങളുണ്ടാവാം. അവിടെയൊക്കെ നമുക്ക് ക്രിസ്തുവിൽ ഒന്നാകുവാനുള്ള വലിയ ചിന്തയാണ് ഈ നോമ്പ് കാലത്ത് നൽകുന്നത്. അനുരഞ്ജനത്തിൻ്റെ പാത. പലതരത്തിൽ വേദനപ്പെടുന്നവരും സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, വിശ്വാസ സംവിധാനങ്ങളുണ്ടാവാം, രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടാവാം, മതപരമായ വ്യത്യാസങ്ങളുണ്ടാവാം. എന്നാൽ അവിടെയൊക്കെ യോജിപ്പിക്കുന്ന ഒട്ടനവധി നന്മയുടെ പാദങ്ങൾ, നന്മയുടെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെ ഫോളോ ചെയ്യുവാനായിട്ട് സാധ്യമാകണം, അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമാകണം. അനുരഞ്ജനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും നഷ്ടപ്പെട്ടു പോയ, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ തുന്നി യോജിപ്പിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നോമ്പ് കാലഘട്ടം. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഈ നോമ്പിനെ വളരെ പ്രാധാന്യത്തോടെ നാം അതിനെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ ശുദ്ധിക്ക് ഉപരിയായി മനസ്സിനുണ്ടാകുന്ന ഒരു ശുദ്ധിയാണ് നോമ്പ് കാലത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്തു ഗുരുക്കന്മാരുടെ മഹാഗുരുവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ ലോകത്തിൽ വേറെ ആർക്കും നൽകുവാൻ സാധ്യമായില്ല. പഠിപ്പിക്കൽ മാത്രമല്ല,
തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് മഹാഗുരു എന്ന് ക്രിസ്തുവിനെ ലോകം അറിയപ്പെടുന്നത്. ക്രിസ്തു ചെയ്യിപ്പിക്കുന്ന ഒരാളല്ല, ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച അത് ഒരു ഉദാഹരണമാണ്. ഗുരുക്കന്മാർ അവരുടെ കാലുകൾ കഴുകുന്ന ഒരു സ്ഥാനത്ത് നിന്നും ഗുരു ഇറങ്ങിച്ചെന്ന് ശിഷ്യന്മാരുടെ വ്യത്യസ്ത സ്വഭാവ രീതിയിലുള്ള ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ, ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എത്തുവാൻ ക്രിസ്തു കാണിച്ച ആ വലിയ മനസ്സ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയാം, ക്രിസ്തു ഗുരുക്കന്മാരിൽ വലിയ ഗുരുവാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ പഠനങ്ങളും ഓരോ പഠിപ്പിക്കലും ലോകത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബുക്കുകളെ പോലെ മറ്റൊരു ബുക്കുമില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബുക്കുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകം തന്നെയാണ്. എത്രയോ വ്യാഖ്യാനങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ബൈബിളാണ് മുന്നിൽ നിൽക്കുക. അതേപോലെ തന്നെ എന്തുമാത്രം വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ, പഠിപ്പീരുകൾ, യൂണിവേഴ്സിറ്റികൾ ഒക്കെ ക്രിസ്തുവിൻ്റെ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുതുല്യമായ വചനങ്ങളും ഗുരുതുല്യമായ ആശയങ്ങളും അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളും ഉപമകളും കഥകളും ഒക്കെ വളരെ ഈ കാലഘട്ടത്തിലും വളരെ അനുയോജ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ ഏത് കാലത്ത് ജീവിക്കുന്ന വ്യക്തിക്കും അനുകരണീയമാണ്. 2000 വർഷം മുമ്പ് ജനിച്ച് വളർന്ന ക്രിസ്തു ഇന്നും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ, ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവർക്കും സർവ്വജനത്തിനും ഫോളോ ചെയ്യാവുന്ന പ്രമാണങ്ങൾ തന്നെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ, ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാനായിട്ട് സാധ്യമാകണം. ക്രിസ്തു ഈ ലോകത്ത് ചെയ്ത ഒന്നാമത്തെ അത്ഭുത പ്രവർത്തനം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്നുള്ളതാണ്. യേശുവിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് അവിടെ തെളിവാക്കുന്നത്. യേശുവിൻ്റെ അമ്മയും യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും ഈ ചടങ്ങിൽ, കല്യാണ ചടങ്ങിൽ വിളിച്ചിരുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ യേശുവിന് ആ നാടുമായും ആ ലോകവുമായും ഒരു സാമൂഹിക ബന്ധത്തിലുള്ള ആളായിരുന്നു. യേശുവും ശിഷ്യന്മാരും അമ്മയും ആ ഭവനത്തിൽ ചെല്ലുകയും ആ വീട്ടിൻ്റെ ഒരു പ്രത്യേക ക്രൈസിസിൽ, ഒരു പ്രയാസത്തിൽ, നമുക്കറിയാം ആ കാലഘട്ടത്തിൽ വീഞ്ഞ് ഇല്ലാതെ വന്നാൽ, മലയാളിയെ സംബന്ധിച്ച് പ്രഥമൻ ഇല്ലാതെ വന്നാൽ ഉണ്ടാകുന്ന പ്രയാസം എന്താണോ ആ ഗൃഹനാഥന്, അതിനും അപ്പുറമാണ് ആ നാട്ടിൽ വീഞ്ഞ് കുറഞ്ഞു വന്നാൽ അല്ലെങ്കിൽ വീഞ്ഞിൻ്റെ അഭാവമുണ്ടായാൽ ഉണ്ടാകുന്ന പ്രയാസം. അത് കണ്ടറിഞ്ഞുകൊണ്ട് മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായും ഇടപെടുകയും ആ വീടിന് ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു വ്യക്തിയായി, ദൈവമായി, ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലാസറിൻ്റെ ഭവനത്തിൽ യേശു തമ്പുരാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വീടാണ് ലാസറിൻ്റെ ഭവനം. അവിടെ യേശുവിൻ്റെ വലിയ പ്രഖ്യാപനം കൂടെയാണ് അവിടെ നടത്തുന്നത്. ഇമ്പോസിബിൾ ആയിട്ടുള്ള, മരിച്ച് 3-4 ദിവസമായ ഡെഡ് ബോഡി അടക്കിയിട്ടുള്ള ഒരു ഭവനത്തിലേക്ക് ചെന്ന് ലാസറെ എഴുന്നേൽക്കുക എന്ന യേശുവിൻ്റെ അതിഭയങ്കരമായ വിശ്വാസത്തിൽ ഊന്നിയ പ്രാർത്ഥനയും ആ വാക്കുകളുമാണ് ആ ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് സാധ്യമായത്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത് നമ്മുടെ വിശ്വാസം എപ്രകാരമുണ്ട്. കടുകുമണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും എന്നാണ് വിശ്വാസം. നമുക്കറിയാം ഇപ്പോഴത്തെ ഓരോ ചരിത്രങ്ങൾ, ഓരോ വിജയങ്ങൾ. ഇപ്പോൾ IAS കേരളത്തിൽ ടോപ്പ് റാങ്ക് വാങ്ങിച്ചുള്ള ശ്രീജ, അവരെ വലിയ സാമ്പത്തികമുള്ള വീട്ടിലെ ആളല്ലായിരുന്നു. അവർക്ക് ആവശ്യമുള്ള ഗൈഡൻസ് കൊടുക്കാൻ തന്നെ ആളില്ലായിരുന്നു. എന്നാൽ അവർ മാതാപിതാക്കളിലൂടെ ലഭിച്ച ആ ആത്മധൈര്യം,
ആ കോൺഫിഡൻസ് ആണ് അവരെ ആ വിജയത്തിലേക്ക് വരുവാനായിട്ട് സാധ്യമായത്. ശ്രീജയുടെ മാതാപിതാക്കൾ ശരിക്കും ദൈവത്തോട് വളരെ സ്ട്രോങ്ങായി പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായിരുന്നു. അച്ഛനും അമ്മയും മറ്റ് സാമ്പത്തികമായും മറ്റ് എല്ലാ തരത്തിലും അവർ പിന്നോക്കം നിന്നെങ്കിലും ആ ദൈവത്തിലുള്ള വലിയ വിശ്വാസമാണ് തൻ്റെ മകളെ ഇന്ത്യയിലെ IAS പോലെയുള്ള വലിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമായത്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രധാനമാണ്. ക്രിസ്തു ജീവിതം പ്രധാനപ്പെട്ടതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധ്യമാകും. ക്രിസ്തുവിൻ്റെ മരണം സാധാരണ ഒരു വ്യക്തിക്കുണ്ടായ മരണമല്ല. ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നത് തന്നെ പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെയാണ്. നമ്മുടെ പോലെ വേദനയും സങ്കടവും ദുഃഖവും ഒക്കെ ഉള്ള ഒരു വ്യക്തി, നമ്മുടെ പോലെ ഫാമിലി ഉള്ള വ്യക്തി, അപ്പനും അമ്മയുമൊക്കെ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഭവനം തന്നെയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ജനിക്കുവാൻ അവസരമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ മനുഷ്യനായി വേദനയും സങ്കടവും ദുഃഖവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായി തന്നെയാണ് യേശു തമ്പുരാൻ ഈ ലോകത്തിൽ ജനിച്ചത്. കാൽവറിയിൽ ആണ് യേശുവിൻ്റെ ക്രൂശാരോഹണം. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രവചനങ്ങളിൽ പറയുന്നു യേശു ക്രൂശിക്കപ്പെടണം. എന്തിന് ക്രൂശിക്കപ്പെടണം? പാപം ചെയ്യാത്ത ക്രിസ്തു എന്തിന് ക്രൂശിക്കപ്പെടണം? വലിയ ചോദ്യചിഹ്നമാണ്. നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ബലി അർപ്പിച്ചിരുന്നു. എന്തിനാണ് ബലി അർപ്പിക്കുക? പാപമോചനത്തിന് വേണ്ടി. ജീവനുള്ളതിനെ ബലി അർപ്പിക്കുന്നൊരു കാലഘട്ടത്തിലാണ് എല്ലാ അമ്പലങ്ങളിലും പള്ളികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അത് തന്നെയാണ്. എന്നാൽ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ബലി അല്ലെങ്കിൽ മഹാബലി അല്ലെങ്കിൽ രക്തം ചിന്തുന്ന ഒരനുഭവം ക്രിസ്തു സ്വയം ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുവാണ് ഞാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു എന്ന് വന്ന ധൈര്യത്തോട് പറയുകയും ക്രിസ്തുവിൻ്റെ പുത്രനായി കാൽവറിയിലെ ഏറ്റവും നിന്ദ്യമായ, ഞാൻ സൂചിപ്പിച്ച പോലെ ഏറ്റവും മോശമായ മരക്കുരിശിൽ യാഗമായി തീർന്നു. മരക്കുരിശിൽ യാഗമായി എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ലഭിക്കേണ്ട ഒരു നീതിയും ഒരു കോടതിയിൽ നിന്നും നീതി ലഭിക്കാതെ മനഃപൂർവ്വമായി ക്രൂശിലേക്ക് കൊണ്ടുപോകുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധ്യമാകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത്, ക്രൂശാരോഹണം എന്ന് പറയുന്നത് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ക്രൂശാരോഹണത്തിന് വിധേയമാകുക എന്ന് പറയുന്നത് അത് ദുഃഖത്തിൻ്റെ ദിവസങ്ങളല്ല. ദുഃഖവെള്ളി എന്ന് പറയുന്ന ദുഃഖത്തിൻ്റെ ദിവസമാണെങ്കിൽ തന്നെയും 2 ദിവസം കഴിയുമ്പോൾ ഈസ്റ്റർ സന്തോഷത്തിൻ്റെ ദിവസമായി വരുന്നു. ഈസ്റ്റർ വരികാൻ സാധ്യമായത് ദുഃഖവെള്ളിയുടെ അനുഭവത്തിലൂടെയാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ക്രൂശാരോഹണത്തിലേക്കും പിന്നീട് നമ്മുടെ ഈസ്റ്ററിലേക്കും സ്വർഗാരോഹണത്തിലേക്കും പോകുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള കാലഘട്ടം മാതൃകാപരമാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കാനോ ദുഃഖിക്കാനോ സങ്കടപ്പെടാനോ ഉള്ള അല്ല ഈ കഷ്ടാനുഭവ ആഴ്ച. അത് ഓർക്കുവാനും ഇത് ഉള്ളിൽ ഉൾക്കൊള്ളുവാനും നാം ഓരോരുത്തരും ക്രിസ്തുവായി മാറുവാനുമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവായി നാം മാറുമ്പോഴാണ് ക്രിസ്തു വചനം നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമാകുന്നത്. അപ്പോഴാണ് നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. ക്രിസ്തു കാണിച്ച വലിയൊരു മാതൃകയാണ് എല്ലാ തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയും ക്രിസ്തു ചേർത്ത് പിടിച്ചു. പാപത്തെയാണ് യേശു തമ്പുരാൻ വെറുത്തത്, പാപിയെ അല്ല. അതുകൊണ്ട് വിവിധങ്ങളായ ലോകത്തു നിന്നും ലോകം നൽകുന്ന പാപം ക്രിസ്തുവിൻ്റെ മുമ്പിൽ പാപമല്ല. പ്രത്യേക സാഹചര്യത്തിൽ അവൻ പാപം ചെയ്തു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ത്യജിക്കാനല്ല,
അവനെ തള്ളിപ്പറയാനല്ല, അവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന വലിയ ചിന്തയാണ് യേശു തമ്പുരാൻ നൽകുന്നത്. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ നോക്കുമ്പോൾ അറിയാം, വൈവിധ്യമായ സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തിത്വങ്ങളാണ് യേശുവിൻ്റെ ശിഷ്യഗണങ്ങളിലുണ്ടായത്. യേശു ചേർത്ത് പിടിച്ചവരെല്ലാം അങ്ങനെയാണ്. സമൂഹത്തിലെ വേദനപ്പെടുന്നവരെയും സങ്കടപ്പെടുന്ന ഒട്ടനവധി പേർ, കുഷ്ഠരോഗികൾ, അതേപോലെ ശാരീരികമായ പ്രയാസമുള്ളവർ, മാനസികമായ പ്രയാസമുള്ളവർ, ഇവരെയൊക്കെ യേശു തമ്പുരാൻ ചേർത്ത് പിടിച്ചു. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇത് ഒരു മാതൃകയാണ്. ഇത് മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമാകണം. ക്രിസ്തു നമ്മളെ കാണിച്ചു തന്ന എന്താണോ അതാണ് നാം ഉൾക്കൊള്ളുവാനും എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി നാം മാറുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തുവായി മാറുവാൻ സാധിക്കും. ഇത് തന്നെയാണ് ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാറ്റി നിർത്തുന്ന പണത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും ഭാഷയുടെയും ലിംഗത്തിൻ്റെയും ഒക്കെ വേർതിരിവിൻ്റെ മതിൽക്കെട്ടുകൾ നിൽക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്നു, ആരെയും മാറ്റി നിർത്തരുത്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹമാണ്, ഒരു ലോക സമൂഹമാണ് ഇന്നിൻ്റെ ആവശ്യമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. ക്രിസ്തു ക്ഷമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പാപം ചെയ്തു പോയി അതിനെ അവനെ എഴുതിത്തള്ളിക്കളയാല്ല, ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് കാണാൻ സാധ്യമാകുന്നത്. വിവിധങ്ങളായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ പാപത്തിന് അധീനതയാവാം, അല്ലെ മറ്റ് പ്രയാസങ്ങളിലേക്ക് വരാം. എന്നാൽ അവിടെയൊക്കെ ക്ഷമിക്കുവാൻ സാധ്യമാകണം. അധ്യാപകനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളോട് ഒരിക്കലും മനസ്സിൽ വെച്ചുകൊണ്ട് കോപിക്കാനോ ദേഷ്യപ്പെടുത്തുവാനോ പാടില്ല. ക്രിസ്തു അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം അത് തന്നെയാണ്. സ്നേഹത്തോടെ പുഞ്ചിരിച്ച മുഖത്തോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവൻ, അവരെ തടയരുത്, നിങ്ങളുടെ ഹൃദയവും ശിശുക്കളെപ്പോലെ ആകണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവാണ്. അതുകൊണ്ട് ശിശുക്കളാണ്, അവർക്കൊന്നും അറിയത്തില്ലാത്തവരാണ്, വീടിൻ്റെ പുറത്തു നിൽക്കേണ്ടവരാണ് ശിശു, അപ്പനും അമ്മയും മാത്രമാണ് വീട്ടിൻ്റെ പ്രധാനപ്പെട്ട ആൾ എന്ന് കരുതിയിരുന്ന ഒരു ലോകത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സഭയിൽ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിൽ അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയും അവരോടൊപ്പം സംവദിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുന്നത്. അതുകൊണ്ട് ക്ഷമയുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ 70 വട്ടം ക്ഷമിക്കാനാണ് ക്രിസ്തു നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എത്ര വട്ടം ക്ഷമിക്കുന്നവരാണ്? 1 പറഞ്ഞ് 2 ആക്ട് ചെയ്യുന്നവരല്ലേ? പ്രകോപിപ്പിക്കുന്നവരല്ലേ? പ്രകോപിപ്പിക്കുവാൻ വളമിടുന്നവരല്ലേ? എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നു, ക്ഷമിക്കുക. സ്ഥിരമായ ക്ഷമ ഒരിക്കലും ഒരു പരാജയമല്ല. ലോകം ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്നില്ല എന്നു വരികിൽ ക്രിസ്തു ക്ഷമിക്കുവാനാണ് പഠിപ്പിക്കുന്നത്. അതുമല്ല, ക്ഷമിക്കുന്നതിൻ്റെ ഗുണം ഈ ക്ഷമിക്കുന്ന ആൾക്കിന് തന്നെ കിട്ടും, ആ തലമുറയ്ക്ക് തന്നെ ലഭിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരധ്യാപകൻ എന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ദേശീയ തലത്തിലെ അവാർഡുകൾ ലഭിക്കാൻ സാധ്യമായത് ഞാൻ 100% ആത്മാർത്ഥതയോട് പറയുന്നു. ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ക്ലാസ് റൂമിൽ വരുന്ന എൻ്റെ പേരൻസ്, എൻ്റെ മാതാപിതാ കുട്ടികളുടെ പേരൻസ് എൻ്റെ മിത്രങ്ങളാണ്. എൻ്റെ സഹപ്രവർത്തകർ എന്നോടൊപ്പം കൂടുന്നത് ചില നന്മകൾ, ക്രിസ്തു കാണിച്ചു തന്ന നന്മകൾ ഉൾക്കൊള്ളുന്നുകൊണ്ടാണ്. അതുകൊണ്ട് മാറ്റി നിൽക്കുന്നതല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ മനഃപൂർവ്വമായി ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം തന്ന ബൈബിൾ, ദൈവം തന്ന വചനങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംവേദനം, കിട്ടുമ്പോൾ കിട്ടുന്നൊരു ആശയം, കിട്ടുമ്പോൾ ലഭിക്കുന്ന ചില മർമ്മങ്ങൾ, ചില സത്യങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കാൻ സാധ്യമാകും. ജീവിതത്തിൽ പ്രകാശമില്ലാതെ വഴികളിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ തന്നെ ചാഞ്ചല്യപ്പെട്ട് നിൽക്കുമ്പോൾ കൃത്യമായും വഴി കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ്, ഒരു ദൈവപുത്രനാണ് ക്രിസ്തു.
അതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ നൽകുവാനായിട്ടുള്ളത്.